നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്കയുയർത്തുന്നു. ബന്ദിയോട് ദേശീയപാതയിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 150 കടന്നു. 1000-ലധികം ആളുകളെ കാണാതായതായി വിവരം. കാസർഗോഡ് ബന്ദിയോട് അടുക്കയിൽ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്കു നേരെ തെരുവുനായയുടെ ആക്രമണം. കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമൊരുങ്ങുന്നു. കെട്ടിട ഉടമകളുമായി ചർച്ച നടത്തി. വാർത്തകൾ വിശദമായി. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്കയുയർത്തുന്നു. ഏറ്റവും ഒടുവിലായി ബന്ദിയോട് ദേശീയപാതയിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. ഉപ്പള KSEBിയിലെ കരാർ ജീവനക്കാരനായ അശോകനാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമാണ് നാടിന് നടുക്കിയ അപകടമുണ്ടായത്. ബന്ദിയോട് ദേശീയപാതയിൽ രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ബന്ദിയോട് അടുക്കയിലെ അശോകൻ മരണപ്പെട്ടു. ഉപ്പള KSEBിയിലെ കരാർ ജീവനക്കാരായിരുന്നു അശോകൻ. അപകടത്തിൽ അശോകന്റെ ഭാര്യ പ്രതിഭ, സഹോദരൻ രാജേഷിന്റെ ഭാര്യ, ആംബുലൻസ് ഡ്രൈവർ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അശോകനെ കാസർഗോട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്കയുയർത്തുന്നുണ്ട്. സമീപകാലത്ത് നിരവധി അപകടങ്ങളാണ് ദേശീയപാതയിലുണ്ടായത്. വാഹനങ്ങളുടെ അമിത വേഗതയാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഡ്രൈവർ നടത്തുന്ന മരണപ്പാച്ചിൽ പലപ്പോഴും യാത്രക്കാരുടെ അടക്കം ജീവനെടുക്കുന്നതിലേക്ക് നയിക്കുകയാണ്. വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അപകടങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. രാജരാജേശ്വരി മൂകാംബിക ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടിയത്. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. രാജരാജേശ്വരി മൂകാംബിക ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടിയത്. മഴ ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കവർച്ചക്കാരൻ നാട്ടുകാരുടെ പിടിയിലായത്. പുലർച്ചെ 2 മണിക്കാണ് സംഭവം. സമീപത്തെ KV ശശോഭ് കുമാറിന്റെ വീട്ടിലെ വിറകുപുരയിൽ നിന്നും മഴ എടുത്താണ് ക്ഷേത്രത്തിന്റെ പൂട്ട് തകർക്കാൻ ശ്രമിച്ചത്. നാട്ടുകാർ സംഭവം കണ്ട് പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഹോസ്ദുർഗ് പോലീസിന് കൈമാറി. നിരവധി കവർച്ചാ കേസിലെ പ്രതിയാണ് ഹരീഷ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 150 കടന്നു. 1000-ലധികം ആളുകളെ കാണാതായതായാണ് വിവരം. നേപ്പാളിൽ കുടുങ്ങിയ 36 അംഗ മലയാളികൾ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 150 കടന്നു. ഇന്ത്യക്കാരുടെ 1000-ലധികം പേരെ കാണാതായി. ഇതിനിടയിൽ നേപ്പാളിൽ കുടുങ്ങിയ 36 അംഗ മലയാളികൾ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് സ്വദേശികൾ ഉൾപ്പെടുന്ന 36 അംഗ മലയാളി സംഘമാണ് നേപ്പാളിൽ കുടുങ്ങിയത്. പ്രളയത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരിൽ 5 കാസർഗോഡ് സ്വദേശികളുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ റിട്ടയർഡ് SI ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര സംഘം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നേപ്പാളിൽ നിന്നുള്ള ഇവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തങ്ങൾ സുരക്ഷിതരാണെന്നും മറ്റൊരു വഴിയിലൂടെ യാത്ര തുടരുകയാണെന്നും സംഘത്തിലുള്ള റിട്ടയർഡ് SI പ്രദീപ് കുമാർ അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. നേപ്പാളിലെ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പോഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ വില്ലേജിലുണ്ടായ ഈ ആക്സിഡന്റിൽ, ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തതയില്ല. കോട്ടയം, എറണാകുളം സ്വദേശികൾ ഉൾപ്പെടെ 36 അംഗ സംഘമാണ് വിനോദസഞ്ചാരികളായി ഉണ്ടായത്. ഈ മാസം 23-ന് എറണാകുളത്തു നിന്നും ട്രാവൽ ഏജൻസി വഴിയാണ് സംഘം വിനോദയാത്ര പോയത്.
ബുധനാഴ്ച രാവിലെ ട്രാവലർ കാഠ്മണ്ഡുവിൽ നിന്നും പോകുന്ന വഴിയിലായിരുന്നു പ്രളയമുണ്ടായത്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ പ്രളയത്തിൽ തകർന്ന 2 പാലങ്ങൾക്കിടയിൽ സംഘം കുടുങ്ങിപ്പോകുമായിരുന്നു എന്ന് പ്രദീപ് കുമാർ പറഞ്ഞു. ഭാഗ്യം കൊണ്ടാണ് എല്ലാവരും സുരക്ഷിതരായി രക്ഷപ്പെട്ടത്. കാഞ്ഞങ്ങാട് സ്വദേശിയായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, പെരിയ പോളിടെക്നിക്കിലെ അധ്യാപകൻ രാജൻ, ചെറുവത്തൂർ വലിയ പൊയിലിലെ അധ്യാപകനും കവിയുമായ അനിൽ നീലാംബരി എന്നിവരും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്. കൂടാതെ കണ്ണൂരിലെ അധ്യാപകരും ബാങ്ക് ജീവനക്കാരും സംഘത്തിലുണ്ടായിരുന്നു. സംഘവുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP വ്യക്തമാക്കി. നിലവിൽ ഇവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇവരുമായി ഇതിനോടകം ബന്ധപ്പെട്ടിട്ടുണ്ട്. സംഘത്തിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും തുടർ സഹായങ്ങളും സർക്കാർ തലത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും MP അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മദ്രസ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടികളെ ഭയപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷിക്കാൻ പോയ യുവാക്കളെ ഹെൽമറ്റ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചതായും പരാതി. സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്രസ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമം എന്ന പരാതി അന്വേഷിക്കാൻ പോയ യുവാക്കളെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയും കത്തികൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതായും പരാതി. സംഭവത്തിൽ നരഹത്യാശ്രമത്തിനു കേസെടുത്ത മഞ്ചേശ്വരം പോലീസ് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. സൈഫുദ്ദീൻ എന്ന പൂച്ച സൈഫുവിനെയാണ് SI KP ശരത്തിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. മറ്റു പ്രതികളായ ബഡാജെ മോർത്തണയിലെ റാസിഖ്, കടമ്പാറിലെ റാഫി, ഷഫീഫ് എന്നിവർക്കായി തെരച്ചിൽ തുടങ്ങി. ബഡാജെ കടമ്പാർ സ്കൂളിന് സമീപത്തെ ഇബ്രാഹിം ഖലീലിന്റെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ബഡാജെ കനിലയിലാണ് കേസിനാസ്പദമായ സംഭവം. മദ്രസ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ റാസിഖ്, റാഫി, ഷെഫീഖ് എന്നിവർ ചേർന്ന് പേടിപ്പിച്ചിരുന്നുവത്രേ. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയ ഇബ്രാഹിം ഖലീലും സഹോദരനുമാണ് ആക്രമണത്തിന് ഇരയായത്. ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് നെഞ്ചിൽ കുത്താൻ ശ്രമിച്ചപ്പോൾ തടയുന്നതിനിടയിൽ ഇടതു കൈത്തണ്ടയ്ക്ക് കുത്തേൽക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഇബ്രാഹിം ഖലീലിന്റെ സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ചതായും മഞ്ചേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ബന്ദിയോട് അടുക്കയിൽ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നായയെ കണ്ട് ഓടുന്നതിനിടെ കുട്ടിക്ക് വീണ് പരിക്കേറ്റു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. മദ്രസയിൽ പോവുകയായിരുന്ന 8 വയസ്സുകാരനെ തെരുവ് നായ്ക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചു. കുട്ടി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പേടിച്ചോടിയ കുട്ടിക്ക് വീണു പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8:30 ബന്ദിയോട് അടുക്കയിലാണ് സംഭവം. സൈനുവിന്റെ മകൻ സയാനെയാണ് തെരുവ് നായ്കൾ പിന്നാലെയെത്തി ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ ആഴ്ച തന്നെ 2ാം തവണയാണ് കുട്ടിയെ നായ്ക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പരിക്കേറ്റ സയാൻ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് തെരുവ് നായകളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അടുത്ത വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമൊരുങ്ങുന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് MG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ സ്ഥാപനങ്ങളുടെ മുൻവശത്ത് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് നഗരത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഏറെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് MG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ശോഭിക, മൈജി, മാൾ ഓഫ് കാസർഗോഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ മുൻവശത്ത് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കെട്ടിട ഉടമകളുമായി പ്രാഥമിക ചർച്ചകളും സ്ഥലപരിശോധനയും ഇതിനകം നടത്തി. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീമിന്റെ മുൻകൈയിൽ കാസർഗോഡ് MLA കല്ലട്ര മാഹിന്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ KM ഹനീഫ്, കെട്ടിട ഉടമകളെ പ്രതിനിധീകരിച്ച് കരീം, സിറ്റി ഗോൾഡ്, UK യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ നിലവിൽ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഉടമകളുടെ സ്വന്തം ഭൂമിയാണെന്നും യാതൊരു തരത്തിലുള്ള കയ്യേറ്റവും നടത്തിയിട്ടില്ലെന്നും കെട്ടിട ഉടമകൾ വ്യക്തമാക്കി. അതേസമയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി റോഡിന് ആവശ്യമായ വീതി വർദ്ധിപ്പിക്കുന്നതിന് കെട്ടിടങ്ങൾക്ക് മുന്നിലുള്ള സ്ഥലം സ്വമേധയാ വിട്ടുനൽകണമെന്ന് യോഗം ഉടമകളോട് അഭ്യർത്ഥിച്ചു.
ഇതിന് കെട്ടിട ഉടമകളുടെ ഭാഗത്തുനിന്നും വളരെ അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത്. തുടർന്ന് നടന്ന സ്ഥലപരിശോധനയിൽ MLA, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, കെട്ടിട ഉടമകൾ എന്നിവർ പങ്കെടുത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കെട്ടിട ഉടമകൾ ആവശ്യമായ സ്ഥലം വിട്ടു നൽകുകയാണെങ്കിൽ ആധുനിക രീതിയിൽ റോഡ് നവീകരിക്കുകയും ഡ്രെയിനേജ്, ഫുട്പാത്ത് തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രവൃത്തി എത്രയും വേഗം പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും MLA കല്ലച്ച മാഹിൻ ഉറപ്പു നൽകി. ഈ വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറുമായി ഇതിനകം ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും MLA അറിയിച്ചു. മന്ത്രി ഉടൻ കാസർഗോഡ് സന്ദർശിച്ച് നിർദ്ദിഷ്ട പ്രദേശം നേരിട്ട് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർ നടപടിയായി സമീപ പ്രദേശങ്ങളിലെ മറ്റ് കെട്ടിട ഉടമകളെയും വിളിച്ചു ചേർത്ത് ചർച്ച നടത്തി. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. കാസർഗോഡ് നഗരത്തിന്റെ ഗതാഗത വികസനത്തിനായി ജനപ്രതിനിധികളും നഗരസഭയും ബന്ധപ്പെട്ട കെട്ടിട ഉടമകളും ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലെ വാനരക്കൂട്ടത്തിന് 19 വിഭവങ്ങൾ ചേർത്തുള്ള ഓണസദ്യയാണ് ഇത്തവണ വിളമ്പിയത്. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകർ ഒരുക്കിയ ഓണസദ്യയിൽ സിനിമാ താരം PP കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററാണ് ചോറ് വിളമ്പിയത്. സീസണിലല്ലാതെ സാധാരണയായി കിട്ടാത്ത പഴുത്ത ചക്കച്ചുളകളും കൂടെ അനാർ എന്നിവയ്ക്കായിരുന്നു വാനരന്മാർ ആർത്തി കാട്ടിയത്. കുട്ടിക്കുരങ്ങന്മാർ മുതൽ പ്രായമേറിയവർ ഉൾപ്പെടെ ഏതാണ്ട് 20-ൽ പരം വാനരരാണ് ഓണസദ്യ ഉണ്ണുവാനായി എത്തിയത്. മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള ഇടയിലക്കാട് കാവിലെ വാനരന്മാർക്ക് 2 പതിറ്റാണ്ടുകാലം മുറ തെറ്റാതെ ചോറൂട്ടിയ ചാലിൽ മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ചാണ് സദ്യയ്ക്കുള്ള പഴങ്ങളും പച്ചക്കറികളും മുറിച്ചത്. വീട് തൊട്ട് ഓണപ്പാട്ടുകൾ പാടി കുട്ടികളും മുതിർന്നവരും വിഭവങ്ങൾ കയ്യിലേന്തിയാണ് ഘോഷയാത്രയോടെ ഇടയിലക്കാട് കാവിലേക്ക് നീങ്ങിയത്. ഇക്കുറി 19ാം വർഷത്തിലേക്ക് കടന്ന വാനര സദ്യയിൽ 19 വിഭവങ്ങളാണ് വിളമ്പിയത്. ചോറിന് പുറമെ ചക്ക, ക്യാരറ്റ്, പപ്പായ, തക്കാളി, ബീട്രൂട്ട്, കക്കിരിക്ക, വെള്ളരിക്ക, അനാർ, പേരയ്ക്ക, സപ്പോട്ട, നെല്ലിക്ക, ചെറുപഴം, വത്തക്ക, പൈനാപ്പിൾ, സാബർജില്ലി, മത്തൻ, കോവയ്ക്ക, നക്ഷത്രപ്പുളി എന്നിവയായിരുന്നു വട്ടത്തിലും നീളത്തിലുമൊക്കെയായി മുറിച്ച് വിളമ്പിയത്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് സ്റ്റീൽ ഗ്ലാസിൽ വെള്ളവും നൽകി. പഴങ്ങളും പച്ചക്കറികളും ആവോളം കഴിച്ച ശേഷം അണ്ണാക്കിൽ നിറയെ ഭക്ഷണ സാധനങ്ങൾ ചവയ്ക്കാതെ വെച്ചും വയറ് നിറച്ചും ചിലർ കൊഞ്ഞനം കുത്തി. സിനിമാതാരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കുട്ടികളുടെ ഘോഷയാത്രയിൽ ഓണപ്പാട്ടുകളും ശാസ്ത്രഗാനങ്ങളും ആലപിച്ച് സദ്യയ്ക്ക് താരപ്പൊലിമ പകർന്നു. വാനരപ്പടയെ വിളിച്ച് വാഴയിലയിൽ ഉപ്പു ചേർക്കാത്ത ചോറ് വിളമ്പി സദ്യവട്ടങ്ങൾക്ക് തുടക്കമിട്ടതും കുഞ്ഞികൃഷ്ണൻ തന്നെയായിരുന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗവും ബാലവേദി കൺവീനറുമായ M ബാബു, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ, ഹൊസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, സെക്രട്ടറി P വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, സിനിമാ നടൻ KU മനോജ് ഉദിനൂർ, പത്മനാഭൻ വെളിച്ചപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K സുലോചന, പ്രസിഡന്റ് K സത്യവ്രതൻ, ഗ്രന്ഥാലയം സെക്രട്ടറി VK കരുണാകരൻ, പരിസ്ഥിതി പ്രവർത്തകരായ ആനന്ദ് പേക്കടം, KV കൃഷ്ണപ്രസാദ് വൈദ്യർ എന്നിവർ സംസാരിച്ചു. ആഘോഷം എല്ലാവർക്കുമുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹജീവി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇടയിലേക്കാട് നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു ഓണസദ്യ ഇടയിലേക്കാട് കാവിലെ വാനരന്മാർക്കായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷം അത് 19ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇടയിലേക്കാട് കാവിൽ 30ഓളം കുരങ്ങുകളുണ്ട്. ഈ കുരങ്ങുകളുടെ ഭക്ഷണശീലം അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ കുരങ്ങൾക്ക് ആളുകൾ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രജനന ശേഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ വാനര സദ്യക്കുണ്ട്. ഇത്തവണ ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കലാ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ അതേപോലെ തന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ ഒക്കെ പ്രമുഖരായിട്ടുള്ള ഭാരവാഹികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സദ്യയാണ് നടന്നിട്ടുള്ളത്. വാനരന്മാരാദ്യം ഒന്ന് അല്പം മടിച്ച് നിന്നെങ്കിലും എല്ലാവർക്കും എല്ലാ വാനരന്മാരും എത്തിയില്ലെങ്കിലും വലിയ ആഘോഷപൂർവ്വം ഈ വാനര സദ്യ ഇന്നിവിടെ നടന്നിട്ടുണ്ട്. 19 വിഭവങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളുമായിട്ട് ഇന്നിവിടെ വിളമ്പിയിട്ടുള്ളത്. നമ്മുടെ സിനിമ താരമായിട്ടുള്ള ശ്രീ PP കുഞ്ഞികൃഷ്ണ മാസ്റ്ററാണ് വാനരന്മാർക്ക് ഈ സദ്യയുടെ ചോറ് വിളമ്പി തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്രീ പുരന്ദരദാസ സംഗീത കലാമന്ദിരത്തിന്റെ സുവർണ മഹോത്സവം ഓഗസ്റ്റ് 28 മുതൽ 30 വരെ നടക്കും. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികളുടെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ಇದ್ದು ನಾವು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾರಂಭಿಸುತ್ತೇವೆ. ಹಾಗೆ ಆ ದಿನ ಸಂಗೀತ ಸೇವೆಯಲ್ಲಿ ಊರಿನ ಪರ ಊರಿನ ಮತ್ತು ಕ್ಲಾಸಿನ ವಿದ್ಯಾರ್ಥಿಗಳಿಂದ ಸಂಗೀತ ಸೇವೆಯು, ಹಾಗೆ ಪ್ರಧಾನ ಕಚೇರಿಯಾಗಿ ಅವತ್ತು ಅತ್ರಿ ಕೃಷ್ಣನ್, ವಿದೂಷಿ ಅತ್ರಿ ಕೃಷ್ಣನ್ ಇವರ ಪ್ರಧಾನ ಕಚೇರಿ ಸಂಜೆ 5:30 ನಡೀಲಿಕ್ಕಿದೆ. ಆ ಕಚೇರಿಗೆ ನೀವೆಲ್ಲರೂ ಊರಿನವರು, ಕಲಾವಿದರು ಎಲ್ಲರೂ ಪ್ರೋತ್ಸಾಹಿಸುವುದಕ್ಕಾಗಿ ಬಂದು ಸೇರಿ ನಮ್ಮನ್ನು ಸಂತೋಷಪಡಿಸಬೇಕು. ಮಾರನೇ ದಿನ 29ನೇ ತಾರೀಕು ದಿವಸ ಅಂದರೆ ಶನಿವಾರ ಬೆಳಿಗ್ಗೆ 10:30 ಗಂಟೆಗೆ ಎಳನೀರು ಶಂಕರಾಚಾರ್ಯ ಮಠದಲ್ಲಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಮತ್ತೆ ಮುಂದುವರಿಸುತ್ತೇವೆ. ಇದರ ಎಲ್ಲ ಭಾರವನ್ನು ಶ್ರೀ ಸಚ್ಚಿದಾನಂದ ಸ್ವಾಮೀಜಿಯವರು, ಎಳನೀರು ಮಠದ ಶ್ರೀ ಸಚ್ಚಿದಾನಂದ ಭಾರತೀ ಸ್ವಾಮಿಗಳು ಆಶೀರ್ವಚನ ಮಾಡಿ ಉದ್ಘಾಟಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಹಾಗೆ ಆ ದಿನ ವಿದ್ಯಾರ್ಥಿಗಳು ಪರ ಊರಿನ ಕಲಾವಿದರಿಂದ ಸಂಗೀತ ಸೇವೆ 10:30 ಗಂಟೆಗೆ ಪ್ರಾರಂಭಿಸಿ, ಆದ್ದರಿಂದ ಪ್ರಧಾನ ಕಚೇರಿಯಾಗಿ ವಿದ್ವಾನ್ ಅಜಯ್ ನಂಬೂದಿರಿ ಚೆನ್ನೈ ಇವರು 5:30 ಗಂಟೆಗೆ ಪ್ರಧಾನ ಕಚೇರಿ ನೀಡಲಿಕ್ಕಿದ್ದಾರೆ. 6 ಗಂಟೆಗೆ ಅವರೊಂದಿಗೆ ಚೆನ್ನೈಯಿಂದ ಬರುವಂತಹ ವಯಲಿನಿಸ್ಟು, ಮೃದಂಗಿಸ್ಟು ಸಹಕರಿಸ್ತಾರೆ. ಇದಕ್ಕೆ ತಾವೆಲ್ಲರೂ ಬಂದು ಸಹಕರಿಸಬೇಕು. ಹಾಗೆ ಮುಂದೆ ಸಮಾರೋಪದ ದಿವಸ ಇರುವ ಕಚೇರಿಯಲ್ಲಿ ಬೆಳಗ್ಗೆ 10:30 ಗಂಟೆಯಿಂದ ನೀಲಮಲೆ ಶಂಕರ ನಂಬೂದಿರಿ ಅವರು ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟಿಸಿದ್ದಾರೆ. ಆಮೇಲೆ 11 ಗಂಟೆಗೆ ಸರಿಯಾಗಿ ಮಹಾವಿದ್ವಾನ್ ಸಂಗೀತದ ತುಂಗ ಪರ್ವತದಲ್ಲಿ ಹೇಳುವಷ್ಟು ದೊಡ್ಡ ಕಲಾವಿದರಾದ ವಿಠ್ಠಲ್ ರಾಮಮೂರ್ತಿ, ವಿದ್ವಾನ್ ವಿಠ್ಠಲ್ ರಾಮಮೂರ್ತಿ, ದೇಶದ ಅತ್ಯಂತ ಹಿರಿಯ ಕಲಾವಿದರು, ಅವರಿಂದ ವಾಲಿನ್ ಸೋಲೋ ಕಚೇರಿ ನಡೀತಿದೆ. ಅದಕ್ಕೆ ಅವರ ಶಿಷ್ಯರಾದ ಪೂರ್ಣ ಪ್ರಜ್ಞಾ ಇವರು ಅವರೊಂದಿಗೆ ಸಹ ವಾದನ ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. ವಿದ್ವಾನ್ ಬಿ ಶಿವರಾಮನ್ ಚೆನ್ನೈ ಹಾಗೂ ಡಾಕ್ಟರ್ ಸುರೇಶ್ ಅವರು ಪಕ್ವಾದ್ಯದಲ್ಲಿ ಸಹಕರಿಸಲಿಕ್ಕಿದ್ದಾರೆ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വോർക്കാടി ഗ്രാമപഞ്ചായത്തിൽ അടുത്തിടെ നടന്ന ഓണാഘോഷം ശ്രദ്ധേയമായത് കലം പൊട്ടിക്കൽ മത്സരത്തിലായിരുന്നു. കോൺഗ്രസ് അംഗം ഗായത്രി കണ്ണുകെട്ടി വടിയുപയോഗിച്ച് കലം തകർക്കാൻ ശ്രമിച്ചപ്പോൾ CPI അംഗം പൂർണിമയുടെ തലയിലേക്ക് കൊള്ളുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വോർക്കാടി ഗ്രാമപഞ്ചായത്തിൽ അടുത്തിടെ നടന്ന ഓണാഘോഷം കേവലം ഒരു സാംസ്കാരിക ആഘോഷം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സൗഹാർദ്ദവും ചിരിയുടെ അലയൊലികളും തീർത്ത സംഭവത്തിന് വേദിയായി മാറി. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കണ്ണുകെട്ടി കലം തകർക്കൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും വലിയ ആവേശത്തോടെയാണ് ഈ വിനോദ മത്സരത്തിൽ പങ്കെടുത്തത്. ഈ ആഹ്ലാദത്തിനിടയിൽ BJP അംഗം തുളസികുമാരി കോൺഗ്രസ് അംഗം ഗായത്രിയുടെ കണ്ണുകെട്ടി കയ്യിൽ വടിയും കൊടുത്ത് കലം തകർക്കാൻ അയച്ചു. എന്നാൽ വടിയുപയോഗിച്ച് കലം തകർക്കാൻ ശ്രമിച്ചപ്പോൾ CPI അംഗം പൂർണിമയുടെ തലയിലേക്ക് കൊള്ളുകയായിരുന്നു. എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത ഈ മത്സരം ആവേശവും ചിരിയും സമ്മാനിച്ച അനുഭവമായി മാറി. നിലവിൽ ഈ തമാശ രൂപത്തിലുള്ള വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ചിരിപ്പിക്കാനും ഒന്നിപ്പിക്കാനും ഈ സംഭവം കാരണമായി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പി അമ്പുനായർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വീണച്ചേരി പി അമ്പുനായർ സ്മാരക പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. പി അമ്പുനായർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വീണച്ചേരി പി അമ്പുനായർ സ്മാരക പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു.
സംഘാടക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഷിജി അഭിലാഷ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. KV കൊട്ടൻകുഞ്ഞി, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. O പ്രതീഷ് സ്വാഗതവും P മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാറ്റാടി ജനശക്തി കലാവേദി 39ാമത് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. കാറ്റാടി ജനശക്തി കലാവേദി 39ാമത് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ഓണം മലയാളികളുടെ ദേശീയോത്സവമായിട്ട് മാറുകയാണ്. ഓണത്തിന്റെ മിത്തും ഐതിഹ്യവും അതെല്ലാം ഹൈന്ദവ മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും ആ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഓണം എല്ലാവരും ആഘോഷിക്കേണ്ടതാണ് എന്നുള്ളതും, ഓണം നമ്മളൊരു വലിയൊരു സങ്കല്പത്തിന്റെ ആഘോഷമാണ് എന്നുള്ളതും ഇന്ന് മലയാളികൾ തിരിച്ചറിയുകയാണ്. യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഈ ഓണത്തെ സംബന്ധിച്ച് ഈ ഗൂഗിളിലൊക്കെ ChatGPT-യിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ലോകത്ത് ഓണവുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് ആഘോഷങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ജനശക്തി കലാവേദി പ്രസിഡന്റ് പ്രമോദ് കാറ്റാടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രമുഖ സാംസ്കാരിക പ്രഭാഷകൻ VK സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്തുകൊണ്ടാ കൊന്നപ്പൂ പറഞ്ഞ് ചെമ്പരത്തി പൂവെന്നോ പനിനീർ പൂവെന്നോ പറയാത്തത്? മറ്റു പുഷ്പങ്ങളെല്ലാം അനുകൂല സാഹചര്യത്തിൽ തണുപ്പും വസന്തവും ഈർപ്പവുമുള്ള കാലത്ത് വിരിയുന്ന പൂക്കളാണ്. എന്നാ കൊന്നപ്പൂവ് വിരിയുന്നത് വേനൽക്കാലത്ത് വേനൽ ചൂടി ഉരുകിയ മണ്ണിൽ വേലിറങ്ങി കണിക്കൊന്ന പൂക്കും. പ്രതിസന്ധിയിൽ പുഞ്ചിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കൊന്നപ്പൂവ്. പ്രതിസന്ധി ഉണ്ടായാലും ആർദ്രതയുടെ കണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചു പോയി അതിന്റെ വേരുകൾ കണ്ടെത്തി അതിൽ സ്വർണ്ണ നിറം ചാലിച്ച് പുഞ്ചിരിക്കാൻ കഴിയുന്ന കൊന്നപ്പൂവുകൾ പ്രതിസന്ധിയിലും മുറിച്ചു കടക്കാനുള്ള മനുഷ്യന്റെ കരുത്തിന്റെ പ്രതീകമാണ്. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ, കൊളവയൽ ലോക്കൽ സെക്രട്ടറി ഗംഗാധരൻ കൊളവയൽ, DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സുജിത് മോനാച്ച, CPIM കൊളവയൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കാറ്റാടി, വിപിൻ കാറ്റാടി, CPIM കാറ്റാടി സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി സുഭാഷ് കാറ്റാടി, ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി SK സുജിത് എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് MK സുമതി സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി രതീഷ് കാറ്റാടി സ്വാഗതവും ട്രഷറർ T മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജനശക്തി കലാവേദിയിലെ പ്രവർത്തകർ അവതരിപ്പിച്ച കലാസന്ധ്യയും ചിലമ്പൊലിയുടെ ഗോത്രപെരുമ നാടൻ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെക്കേപ്പുറം മുസ്ലിം ജമാഅത്ത് മീലാദ് കമ്മിറ്റി നബിദിന റാലി സംഘടിപ്പിച്ചു. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇക്ബാൽ നഗർ ഹിദായത്തുൽ അന്നാം ഹയർ സെക്കൻഡറി മദ്രസ മിലാദ് കമ്മിറ്റി ചെയർമാൻ PP അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തി. തെക്കേപ്പുറം മുസ്ലിം ജമാഅത്ത് മിലാദ് കമ്മിറ്റി നബിദിന റാലി സംഘടിപ്പിച്ചു. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇക്ബാൽ നഗർ ഹിദായത്തുൽ അനാം ഹയർ സെക്കൻഡറി മദ്രസ മിലാദ് കമ്മിറ്റി ചെയർമാൻ PP അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തി.
ചടങ്ങിൽ ജമാഅത്ത് ഭാരവാഹികൾ, മിലാദ് കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ ഉസ്താദുമാർ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്ത സ്നേഹസന്ദേശ റാലി വർണ്ണാഭമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ കമ്മാരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കല്യാണം അഭയം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ കമ്മാരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കല്യാണം അഭയം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ചിങ്ങമാസത്തിൽ തിരുവോണം ആഘോഷിക്കുകയാണ്. ഒരുമയുടെ ഉത്സവമായ ഈ ഓണത്തിൽ ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള ഈ വൃദ്ധം അഭയസദനത്തിലെ പ്രവർത്തനത്തിൽ കമാർജി ആർട്സ് ആൻഡ് ക്ലബ്ബ് ഒരു ഓണ സമ്മാനം നൽകുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ കമ്മാരേട്ടൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന കമാർജി ക്ലബിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ നമ്മുടെ ഗുരുജനങ്ങൾക്ക് ഓണസമ്മാനം കൊടുക്കുന്നുണ്ട്. തൻ്റെതായ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇത്തരം അഭയകേന്ദ്രങ്ങളിൽ എത്തപ്പെട്ട അവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സേവാഭാരതിയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം അഭയകേന്ദ്രത്തിലും അതുപോലെ തന്നെ അനാഥരായവരെയും അശരണരായവരെയും പാലിയേറ്റീവ് കെയർ വഴി വീടുകളിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന സേവാഭാരതിക്ക് ഉള്ള അകൈതപരമായ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വി രതീഷ്, മനോജ് കല്യാണം, നിതിൻ പ്രസാദ്, സുഭാഷ്, AP ശ്രീജിത്ത്, വാമിക സന്തോഷ് എന്നിവർ സംസാരിച്ചു. K വേണുഗോപാലൻ സ്വാഗതവും അഭയം വൃദ്ധാശ്രമത്തിലെ ശ്രീരാംജി ചെന്നൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്കയുയർത്തുന്നു. ബന്ദിയോട് ദേശീയപാതയിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 150 കടന്നു. 1000-ലധികം ആളുകളെ കാണാതായതായി വിവരം. കാസർഗോഡ് ബന്ദിയോട് അടുക്കയിൽ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്കു നേരെ തെരുവുനായയുടെ ആക്രമണം. കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമൊരുങ്ങുന്നു. കെട്ടിട ഉടമകളുമായി ചർച്ച നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.